കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് സിഹിയോൻ മാളികയിൽ ആത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും യേശുവേ ആത്മാവിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പെന്തക്കോസ്ത് അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പുകഴ്ചയും
ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഫയറാകുന്നതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, ഒരു വിഷയത്തിൽ ദൈവത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും രണ്ടും രണ്ടാകരുത്. ദൈവത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും നമ്മൾ ഈ പ്രക്രിയയിലൂടെ പതുക്കെ ഒന്നായി കൊണ്ടുവരാനുള്ള ഈ മൽപ്പിടുത്തവും ബലംപിടുത്തവും നടത്തേണ്ടത് ദൈവമല്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും മാറ്റത്തില്ല. ദൈവം കാര്യം മാറ്റത്തിന് വിധേയമല്ലാത്തത് കൊണ്ട് മാറ്റത്തില്ല. പിന്നെ അപൂർവമല്ലേ മോസസിനെ പോലെയുള്ള ആൾക്കാർ നീ ഈ പറഞ്ഞ കാര്യവും തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി വെച്ചേക്കണമെന്ന് ദൈവം പറയും. അത് അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് മോസസിന് ഉള്ളതാണ്. ജനങ്ങളെല്ലാം ഈ മനുഷ്യനെ ചവിട്ടി കീറി ദൈവത്തിന് വേണ്ടി ആ മനുഷ്യൻ ഒരു പിണമായി മാറിയതൊക്കെ ദൈവം കണ്ണു നിറഞ്ഞ് കണ്ട കാഴ്ചകളാണ്. അതുകൊണ്ടാണ് മോസസിന് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ദൈവം അപ്പം തന്നെ അത് ചേഞ്ച് ചെയ്ത് തരും നമുക്ക്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം ദൈവഹിതം ഏറ്റെടുത്ത് നാട്ടുകാരുടെ ചവിട്ട് പിടിയും മേടിച്ച് വീട്ടുകാരിലെ ഒറ്റപ്പെടുത്തലെ കിട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കണം. അതും ഒരു നിക്ഷേപ സാധ്യതയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. മത്തായി 6:19-20 തിരുവചനങ്ങൾ. മത്തായി 6:19-20. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. നിക്ഷേപങ്ങൾ കരുതി വെക്കുക. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കുന്ന സ്വർഗമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് തട്ടുംപുറത്തുള്ള മുകളിലുള്ള പരിപാടിയാണ്. അവിടെ എങ്ങനെ കൊണ്ടുപോയി എന്തോ നിക്ഷേപിക്കണേ, ഇങ്ങനെയുള്ള ചിന്ത ഒന്നും വേണ്ട. സ്വർഗമെന്ന് പറയണത് കർത്താവിൻ്റെ മനസ്സാണ്. കർത്താവിൻ്റെ മനസ്സിൽ നിനക്ക് വേണ്ടി നിധി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ മനസ്സാണ് സ്വർഗം. അവിടെ എന്താണ്? നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉള്ള എവിടെയാണ്? കർത്താവിൻ്റെ മനസ്സിലാണ്. അതാണ് നമ്മുടെ സ്വർഗം. ഈശോയുടെ മനസ്സിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകണം. മോസസിനൊക്കെ ഉണ്ടായ ഗുണമെന്ന്, നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ ചെയ്തു തരും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 33:17. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതൊരു സർട്ടിഫിക്കറ്റ്, ദൈവം കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഒരു സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ട് പറയും എന്താണ്? നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവം എന്താണ്? കൃപയാണ്. അതാണ് പ്രീതി എന്ന് പറഞ്ഞത്, പ്രസാദം. നീ എൻ്റെ പ്രസാദം നേടിയിരിക്കുന്നു. കാര്യം എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അതാണ് വിഷയം. നന്നായി അറിയാമെന്ന് പറഞ്ഞത് ഈ മോസസും അഹ്റോനും തമ്മിലുള്ള, മോസസിൻ്റെ വൈഫില്ലേ, വൈഫും മോസസുമായിട്ട് തമ്മിൽ ഈ മോസസിൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ വരികയും അങ്ങേരുടെ സമയം മുഴുവനും ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നീ ഇതിനകത്ത് വലിയ കേമത്തൊന്നും കാണിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ മനുഷ്യരെ കൈകാര്യം ചെയ്യാനൊക്കെ എനിക്കും അറിയാമെന്നൊക്കെ പറഞ്ഞ് ഈ മോസസിൻ്റെ വൈഫ് ഭയങ്കര ശണ്ട ഉണ്ടാക്കി.
അപ്പം അതിൻ്റെ അകത്ത് ജത്രോയുടെയും ഒക്കെ സപ്പോർട്ടുണ്ട്, ബാക്ക് സപ്പോർട്ടുണ്ട് ഈ അമ്മായിയപ്പൻ്റെയൊക്കെ. അപ്പം ഇങ്ങനെ ചില സമയത്ത് കുടുംബത്തിൽ തന്നെ മോസസ് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകും. പിന്നെ പബ്ലിക്കായിട്ടും താൻ ആർക്ക് വേണ്ടിയാണ് നിന്നത് ആ ജനത മോസസിനെ ഇങ്ങനെ അവർക്ക് വിശപ്പും പട്ടിണിയൊക്കെ വന്നപ്പോൾ അത് മോസസ് ഇങ്ങനെ വഴി നടത്തുന്നത് തെറ്റായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജനങ്ങളെല്ലാം ഇവനെതിരെ നിൽക്കും, ജനങ്ങളെല്ലാം മോസസിനെതിരെ നിൽക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വഴികളിലൂടെ മോസസിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് ചവിട്ടക്കുത്തുമൊക്കെ മേടിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ ഇടയ്ക്ക് ഈ കാണ്ട് മോസസിലും കാണിച്ചിട്ടില്ല. അതാണ് മോസസിൻ്റെ ഒരു വിജയം. നിങ്ങളെപ്പോഴും നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ സഹിച്ച സഹനങ്ങളൊക്കെ ഞാൻ അങ്ങനെ സഹിച്ചു ഇങ്ങനെ സഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സഹനത്തിൻ്റെ കാർഡ് ദൈവത്തെ കാണിച്ച് വരട്ടരുത്. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കാര്യവും ദൈവത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലെയിം ഉണ്ടാക്കരുത്. മോസസിൻ്റെ സഹനങ്ങളെക്കുറിച്ച് എടുത്ത് ജനങ്ങൾ മോസസിനെ വെറുക്കണതും ഉപദ്രവിക്കുന്നതായിട്ട് ഭാഗങ്ങൾ അത് കേൾക്കേണ്ടതാണ് നിങ്ങളെ. അപ്പോൾ ഒരിക്കലും മോസസ് കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. എന്നിട്ട് പറയും മോസസിനെ പോലെ സൗമ്യനായിട്ട് ആരും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും ബൈബിൾ അങ്ങനെ ആർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. പക്ഷെ എന്നാലും മോസസിന് ഭയങ്കരമായി മോസസ് പറയും ഭൂമിയിലെ മോസസിനെ പോലെ സൗമ്യനായിട്ട് ആരും ഇല്ലായിരുന്നൊക്കെ പറയും. അപ്പം വ്യക്തിപരമായിട്ട് ഇയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ്. ജനങ്ങൾ ചവിട്ടിക്കൂട്ടുമ്പോഴും വീട്ടിൽ തികത്തുമ്പോഴും പൊള്ളുമ്പോഴും ഈ മനുഷ്യൻ പൊള്ളുന്ന കാര്യമോ ജനങ്ങളെ മുറിപ്പെടുത്തിയ കാര്യമോ ദൈവത്തോട് പറയത്തില്ല. എന്നിട്ട് ചിരിച്ചതുപോലെ തന്നെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തീർക്കും. അതാണ് പറയണത് അവനെ പോലെ സൗമ്യൻ ആരും ഇല്ലെന്ന്. സൗമ്യത എന്ന് പറയണത് എന്താണെന്ന് ചോദിച്ചാൽ മോസസ് കാണിച്ചതാണ് സൗമ്യത. നമ്മൾ പറയണല്ലേ എന്താണ് സൗമ്യത എന്ന് വെച്ചാൽ മോസസ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ഈ ആധ്യാത്മ ജീവിതം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. അത് പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഭാവം മോസസാണ്. എവിടെ പഠിച്ചു നോക്കിയിട്ട് ഹല്ലേലൂയ. സംഖ്യ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. സംഖ്യ 12:1. മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിരിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. അതിന്റെ വിഷയം അതായത് മോസസിന്റെ പാളയത്തിൽ പടയാണ്. ഭാര്യയും ബന്ധുക്കളും വീട്ടിലുള്ള ആൾക്കാരും എല്ലാം മോസസിനെതിരെ വരികയാണ്. എന്നിട്ട് ഇവരുടെ വർത്തമാനങ്ങളെല്ലാം പക്ഷെ മോസസ് ദൈവത്തോട് പറയത്തില്ല, എനിക്ക് വീട്ടിൽ പ്രശ്നമാണെന്നുള്ള കാര്യം പറയത്തില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വിഷയം. കണ്ണ് നിറഞ്ഞിരിക്കുമ്പോഴും ശരീരം വേദനിച്ചിരിക്കുമ്പോഴും സൗമ്യത കൈവിടാതെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ദൈവത്തിന് മോസസിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മോസസ് ദൈവത്തോട് പറയത്തില്ല. പക്ഷേ ബൈബിളിൽ വചനം എന്താ പറയണത്? മോസസ് പറഞ്ഞില്ലെങ്കിലും കർത്താവ് അത് കേട്ടെന്നാണ്. അതാണ് വിഷയം. അപ്പം നമ്മൾ ഒത്തിരി പറയാൻ നടക്കരുത്. പെയ്ത് പെറുക്കി നമ്മളെപ്പോഴും ഓർത്തേക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ഒക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പത്രം കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ അവർ തെറി വിളിക്കും, തോന്നിവാസം പറയും. വീട്ടിൽ തന്നെ ആങ്ങളെ പറയും, നിനക്ക് തലക്ക് ഭ്രാന്താണ്, 10 രൂപ നടക്കുകയാണ്, വേറെ പണിയൊന്നും ഇല്ലെന്ന്. അപ്പം നിങ്ങളുടനെ അവിടെ കടുത്തേക്ക് കയറാൻ നിൽക്കുകയോ വിശ്വാസത്തിന് വേണ്ടി നീ സഹിച്ച സഹനങ്ങളിൽ കർത്താവിൻ്റെ അടുത്ത് അത് ബാർഗെയിൻ ചെയ്ത് ക്ലെയിം ആക്കുകയോ ഒന്നും ചെയ്യരുത്. അല്ല, ആ കാണേണ്ട പാട്ടി കാണുകയും അക്കൗണ്ട് ആകേണ്ട ഫലത്തെ അക്കൗണ്ട് ആകുകയും ചെയ്യുന്നുണ്ട്. മോസസിനെ കണ്ടാൽ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് സഹനങ്ങളെക്കുറിച്ച് അത് ഷെയർ ചെയ്യാനുള്ളതല്ല എന്നാണ് വചനത്തിൻ്റെ ഒരു നിലപാട്. യോഹന്നാൻ 15:13 ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 15:13 സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഇത് ഈശോ
ചുമ്മാ ഒരു അതായത് വേറെ ഒരു കാര്യമായിട്ട് നിന്ന് ഇപ്പം നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നല്ല സമറിയക്കാരനെ ആ കഥ നിങ്ങൾക്ക് അറിയാവില്ല, ലുക്ക 10 അധ്യായത്തിലുള്ള 10-ാം അധ്യായത്തിലുള്ള ആ കഥയിൽ എന്താ പറയണത്? നല്ല സമറിയക്കാരൻ അയാൾ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന വഴിക്ക് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അതിനെ മൃതപ്രായനാക്കി പൈസ അടിച്ചു മാറ്റി. അപ്പോൾ ഒരു സമറിയക്കാരൻ വന്ന് ഇയാളെ എണ്ണയും വീഞ്ഞ് ഒഴിച്ച് വ്രണങ്ങളെല്ലാം കഴുകി കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി പരിചരിച്ചതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ കൂടെ പറയാൻ പറ്റുന്നൊരു കഥയാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വേണേൽ പറയാം. അവിടെ അത് പറയാനായിട്ടില്ല, എന്നാലും ആ ഒരു സിറ്റുവേഷനിൽ പറയാൻ പറ്റിയൊരു വാചകമാണ്. കാര്യം സ്നേഹത്തെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. പക്ഷേ ഈശോയുടെ ഉള്ളിൽ നടക്കുന്ന ആന്തരിക വ്യാപാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആന്തരിക വ്യാപാരം പുറത്ത് നടന്നൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ 15-10 ഒന്നൊരു വായിച്ച്, അതിൻ്റെ മുകളിലും താഴെ ഒന്ന് വായിച്ച് 15-12 15-14 ഒന്ന് വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 15-12 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതിന്റെ ഇനി പറയണ 15-13 പറയണ എന്താണ്? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇതിന്റെ വിഷയം എന്ന് പറയണത്, നമ്മൾ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിൻ്റെ പിന്നിലെ എന്താണ് അതിൻ്റെ സത്യം എന്താണെന്ന് ഈശോ പറയാം. എന്താണ്? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ വായിച്ച് 15-12 വായിച്ച്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതായത് 2 കാര്യങ്ങളാണ്. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്, അനുഭവത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്. ഈ അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് മിസ് ചെയ്യരുത് നിങ്ങൾ. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയിൽ എന്താ ഉള്ളത്? അതായത് ഈശോ നമ്മളെ ഈശോ പറഞ്ഞു നോക്കണത് എന്താണ്? ഞാനിങ്ങനെ ക്രൂശിക്കപ്പെടാനുള്ള കാരണവും നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള കാരണത്തിൻ്റെ എന്താ കാരണം? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് വിഷയം. അപ്പോഴേ നമ്മളെ ഉടമ്പടിയിലൂടെ നേടിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ചങ്കുപിളർന്നതാണേ നിനക്ക് തന്നതാണേ, ചങ്കുപിളർന്നതാണേ നിനക്ക് തന്നതാണേ. നൂലിനുലയിൽ പ്രിയ പ്രാണരുലങ്ങപ്പോ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. ദൈവത്തിന് വേണ്ടി സത്യസന്ധമായ ജീവിതം നയിക്കുന്ന ഒരു ദൂരം മാത്രമേ നമ്മളും നമ്മുടെ ഉടമ്പടി നിയോഗവുമായിട്ടുള്ള. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം, സന്തോഷിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അത്. നിങ്ങളത് ശ്രദ്ധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടും ദൈവത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ടും നിങ്ങൾ സ്നേഹത്താൽ ദൈവത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞുകൊണ്ടും നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ആഘോഷിക്കാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ആരാധന യേശുവേ മഹത്വം ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പുറത്താടുന്ന അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം അങ്ങനെ മക്കളിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക രോഗങ്ങൾ, സിസ്റ്റു രോഗങ്ങൾ, മുഴകൾ, ക്യാൻസർ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, മനോരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. സദയം തുണേണേ സുഖമായി എൻ്റെ കർത്താവെ, സാമ്പത്തിക ബാധ്യതകൾ, തൊഴിൽ തകർച്ചകൾ, ഓരോ പത്രങ്ങൾ, പേപ്പറുകൾ, ഡോക്യുമെൻറ്റുകൾ, പ്രമാണങ്ങൾ, തടസ്സങ്ങളുള്ള വിഷയങ്ങൾ, വ്യക്തികൾ, തടസ്സം ഉണ്ടാക്കുന്ന വ്യക്തികൾ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കണ്ണീരിലാഴ്ത്തുന്ന പിശാചിൻ്റെ ലോകത്തിൻ്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ വളർച്ചയും ഒരുടിപ്പിക്കുകയും വാതിലടച്ചുകളയും ചെയ്യുന്ന വ്യക്തികളുടെ കൈകൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളില്ലാത്തവരെ, വർഷങ്ങളോളം ഈ കാര്യത്തിൽ മരുന്ന് കഴിക്കുന്നവരെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ വൈവാഹ ജീവിതം വെറുത്തുപോയവർ, മടുത്തുപോയവർ, വിശുദ്ധമായ രക്തത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടുകൊണ്ട് അവരുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായി ആൾത്താരെ കയറാൻ മാതാവിൻ്റെ പ്രത്യക്ഷകൻ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാത്ത കാര്യങ്ങൾ മക്കൾ പ്രാർത്ഥിക്കണം. ഇപ്പോഴേ സമാപനാശീർവാദം. ശേവലി വർജന വെടിപാടുകൾക്ക് നന്ദി പറയുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ